And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബോണസ് ഇഷ്യൂ ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നുള്ള മൊഡ്യൂള് തന്നെ വരുവാണ്. രണ്ട് ചെറിയ ടോപ്പിക്സ് ഉണ്ട്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസും ESOP, അതായത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. Section 2, subsection 8 of the Companies Act 2013 provides that sweat equity share means equity shares issued by the company to its directors or employees. ഫസ്റ്റ് തന്നെ പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ തന്നെയാണ്. പക്ഷെ ഇതാരൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനിയുടെ ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ, അല്ലാതെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതല്ല, ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ. എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഒന്നുകിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് വെച്ചാൽ ക്യാഷ് അല്ലാതെ വേറൊരു കാര്യത്തിന്. എന്താ കാര്യം നോക്കാം. ഫോർ പ്രൊവൈഡിങ് ദർ നോ ഹൗ ഓർ മേക്കിംഗ് അവൈലബിൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഒന്നുകിൽ അവിടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് യൂസ് ചെയ്തതിനോ അല്ലെങ്കിൽ ടെക്നിക്കൽ നോ ഹോ പ്രൊവൈഡ് ചെയ്തതിനോ പകരമായിട്ട് അതിൻ്റെ കൺസിഡറേഷൻ ആയിട്ട് പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഷെയർസ് കൊടുക്കുന്നത്. വെച്ചാൽ ക്യാഷ് പേയ്മെൻറ്റിന് പകരം നമ്മൾ ഷെയർസ് കൊടുക്കുകയാണ്. ഇപ്പം എന്താ ഇപ്പോൾ പറഞ്ഞത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വിറ്റി ഷെയർ ആണ്. പക്ഷെ അതാരൊക്കെ ഇഷ്യൂ ചെയ്യുള്ളൂ? ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ. അപ്പോൾ ഒന്നിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അപ്പം ക്യാഷ് വാങ്ങിക്കും, പക്ഷെ നോർമൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് വാല്യൂ എന്ന് ഒരു ഡിസ്കൗണ്ടിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാഷേ ഇല്ലാതെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സർവീസിന്, ടെക്നിക്കൽ നോഹാവോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അവൈലബിൾ ആക്കിയതിനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പേയ്മെന്റ് കൊടുക്കുന്നത്, നമ്മൾ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നതിന് പകരം ഷെയർ കൊടുക്കുകയാണ് അവർക്ക് പേയ്മെന്റ് ആയിട്ട്. അപ്പം ഇതിനാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. സെക്ഷൻ 54 ഓഫ് ദ ആക്ട് ലേസ് ഡൗൺ ദ ഫോളോയിങ് കണ്ടീഷൻസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്, ഇറ്റ് ഷുഡ് ബി ഫ്രം ദ ക്ലാസ് ഓഫ് ഷെയർസ് ഓൾറെഡി ഇഷ്യൂഡ്. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ടൈപ്പ് ഓഫ് ഷെയർ തന്നെ ആയിരിക്കണം, പുതിയ ടൈപ്പ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ബൈ ദ കമ്പനി ഇൻ ദ ജനറൽ മീറ്റിംഗ്. അപ്പോൾ അത് ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാന്നുള്ള ഓതറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ദ റെസൊല്യൂഷൻ മസ്റ്റ് സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെസൊല്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം? നമ്പർ ഓഫ് ഷെയർസ് സ്പെസിഫൈ ചെയ്തിരിക്കണം, കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇപ്പം എത്രയാണ് ആ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ ഇഫ് എനി, എന്തെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളത് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിനാണോ അതും കൂടി പറയണം. ആൻഡ് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് ടു ഹൂം സച്ച് ഷെയർസ് വെർ ഇഷ്യൂഡ്. അപ്പം ഏതൊക്കെ ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ് ഓഫ് എംപ്ലോയീസിനാണ് നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് അതും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് കൊടുക്കുന്നത്, അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ഇവരുടെ കയ്യിൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എത്ര, അല്ലെങ്കിൽ ഇനി അത് കൺസിഡറേഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, അറ്റ്ലീസ്റ്റ് 1 year മസ്റ്റ് ഹാവ് ഇലാപ്സ് സിൻസ് ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. പുതിയ കമ്പനിക്കൊന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്, ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ മസ്റ്റ് ബി ഇഷ്യൂഡ് ആസ് പെർ സെബി റെഗുലേഷൻ. അപ്പോൾ അവിടെ സെബിയുടെ റെഗുലേഷൻ കൂടി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ദ കമ്പനി ഷാൽ നോട്ട് ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഫോർ മോർ ദാൻ 15% ഓഫ് എക്സിസ്റ്റിംഗ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പോൾ ഓൾറെഡി അവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവും, അതിൽ 15% വരെ മാത്രമേ നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. 15% അല്ലെങ്കിൽ ഷെയർസ് ഓഫ് ദ വാല്യൂ ഓഫ് 5 crore വിച്ച് എവർ ഈസ് ഹയർ, അല്ലെങ്കിൽ 5 crore ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഏതാണ് കൂടുതലെന്ന് വെച്ചാൽ ഇപ്പോൾ 15% ഷെയർസ് എന്ന് പറഞ്ഞത് 6 crore ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 crores വരെ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് ഹയർ അത്രയും നമുക്ക് ഇഷ്യൂ ചെയ്യാം.
നെക്സ്റ്റ് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഷാൾ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ഫോർ എ പീരിയഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും 3 വർഷം വരെ ഈ ഷെയർസ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മളോട് പറയുന്നത്. നമുക്ക് നോക്കാം ഇഷ്യൂ ചെയ്യുന്നപ്പോഴുള്ള എൻട്രീസ് എങ്ങനെയാണ് വരുന്നത്. നമ്മൾ നോർമലി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന സെയിം എൻട്രീസ് തന്നെ വരും. അപ്പോൾ അത് ക്യാഷ് ആണോ അല്ലെങ്കിൽ അതർ കൺസിഡറേഷനോ എന്നോ അനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഷെയർസ് ക്യാഷിനാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുക അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ബാങ്ക് അക്കൗണ്ട്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്, ആപ്ലിക്കേഷൻ എമൗണ്ടും അലോട്ട്മെന്റ് എമൗണ്ടും കോൾ എമൗണ്ടും എല്ലാം കളക്ട് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്. നെക്സ്റ്റ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് കൂടി കാണിക്കണം. ബിക്കോസ് നമ്മൾ ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന അതേ എൻട്രീസ് തന്നെ അതിൽ ഡിസ്കൗണ്ട് കാണിക്കാം, അത്രയേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആദ്യം നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ക്യാഷിനാണല്ലോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ആ എത്ര എമൗണ്ട് എത്രയാണോ കളക്ട് ചെയ്ത് അത്രയും എഴുതാം. നെക്സ്റ്റ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്. ഇപ്പോൾ 10 റുപ്പീസിന്റെ ഷെയർ നമ്മൾ 5 കൊടുക്കുന്നെങ്കിൽ ബാങ്കിൽ 5 മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 5 മാത്രമേ നമ്മൾക്ക് ഇപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണിക്കുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് കാണിക്കണം അല്ലെ, 10 റുപ്പീസ്. അപ്പം ബാക്കി വരുന്ന 5 നമ്മൾ എന്തായിട്ട് കാണിക്കാം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്യാഷിനല്ലാതെ നമ്മൾ ടെക്നിക്കൽ നോഹാവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൺസിഡറേഷൻ ആയിട്ട് ഷെയർ കൊടുക്കുകയാണെങ്കിൽ, അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ക്യാഷ് വരെയില്ല, ക്യാഷ് വാങ്ങിക്കുന്നേ ഇല്ല അല്ലേ. അവർക്ക് കൊടുക്കാനുള്ള പേയ്മെന്റിന് പകരം നമ്മൾ ഷെയർ കൊടുക്കുകയാണ്. അപ്പോൾ കമ്പനിക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തിന് പകരമാണ് കൊടുത്തത് അതവിടെ കാണിച്ചാൽ മതി. ടെക്നിക്കൽ നോഹാവോ ആണെങ്കിൽ അങ്ങനെ കാണിക്കാം, ടെക്നിക്കൽ നോഹാവ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണെങ്കിൽ അത് കാണിക്കാം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി, അത്ര എമൗണ്ട്. ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് പകരം നമ്മൾ ക്യാഷിന് പകരം എന്താ അവിടെ എന്തിൻ്റെ കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തത്, ടെക്നിക്കൽ നോഹാവ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതവിടെ കാണിക്കാം. നെക്സ്റ്റ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ ESOP എന്ന് പറയും. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് ദ കമ്പനി ഗ്രാൻസ് ഓപ്ഷൻ ടു എൻ എംപ്ലോയി ടു അപ്ലൈ ഫോർ ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. നമ്മൾ റൈറ്റ് ഇഷ്യൂ ഒക്കെ പറയുന്നില്ല, അവർക്ക് ഒരു റൈറ്റ് കിട്ടുവാണ് ഇത് പർച്ചേസ് ചെയ്യാൻ. അതുപോലെ എംപ്ലോയീസിന് ഒരു റൈറ്റ് കൊടുക്കുകയാണ് കമ്പനി. മറ്റേ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് റൈറ്റ് കൊടുത്തെങ്കിൽ ഇവിടെ എംപ്ലോയീസിന് ഒരു റൈറ്റ് കൊടുക്കുകയാണ്, ഓപ്ഷൻ കൊടുക്കുകയാണ്. റൈറ്റ് അല്ല, ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓപ്ഷൻ ടു എൻ എംപ്ലോയി ടു അപ്ലൈ ഫോർ ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. ഒരു പ്രൈസ് പറയും, ആ പ്രൈസിൽ ആ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ദിസ് റൈറ്റ് ഈസ് എക്സസൈസബിൾ ബൈ ദ എംപ്ലോയി ഡ്യൂറിങ് ദ സ്പെസിഫൈഡ് പീരിയഡ്. ഒരു പീരിയഡും പറയും, ഇത്ര പീരിയഡിനിടയിൽ മാത്രമേ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫ് ലോങ് ഒന്നും ആ റൈറ്റിന് പീരിയഡ് കൊടുക്കില്ല. ഒരു പെർട്ടിക്കുലർ പീരിയഡിനിടയിൽ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഗിവൺ ടു ദ ഹോൾ ടൈം ഡയറക്ടേഴ്സ് ഓർ ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ഓഫ് എ കമ്പനി which gives such director or officers or employees the benefit or right to purchase at a future date the securities offered by the company at a predetermined price. അപ്പം അത് ചിലപ്പം ആർക്കൊക്കെ കൊടുക്കാം, ഹോൾ ടൈം ഡയറക്ടേഴ്സിന് കൊടുക്കാം, ഓഫീസേഴ്സിന് കൊടുക്കാം, എംപ്ലോയീസിന് കൊടുക്കാം. അപ്പോൾ ഈ എംപ്ലോയീസിന് ഒരു പീരിയഡ് പറയും, ആ പീരിയഡിൽ ഫ്യൂച്ചറിൽ ഒരു പീരിയഡ് ആയിരിക്കും, ഇപ്പം അല്ല പറയാം, ഇപ്പം അടുത്ത മാസം അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ് പറയും. അപ്പോൾ ആ ഫ്യൂച്ചർ ഡേറ്റിൽ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഇപ്പം തന്നെ പറയും. The SEBI has issued certain guidelines for ESOP of listed company. ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അതിനെന്ത് ചെയ്യും, സെബിയുടെ ഗൈഡ്ലൈൻസ് ഉണ്ട്. Section 2 subsection 37 of the Companies Act 2013 provides that employee stock option means the option given to the directors, officers or employees of the company the benefit or right to purchase or subscribe for the shares of the company at a future date at a predetermined price. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 37 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. അവിടെയുള്ള എംപ്ലോയീസിന് എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി അവർക്ക് ഒരു റൈറ്റ് കൊടുക്കുകയാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഷെയർസ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ ESOP എന്ന് പറയുന്നത്.
നെക്സ്റ്റ് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ESOP ചെയ്യുന്നത്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഇഷ്യൂ ചെയ്യുന്നത്. ESOP ഹാസ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ടു അച്ചീവ്. ഫസ്റ്റ് പറയുന്നത് ടു അട്രാക്ട് ഓർ റിവാർഡ് എംപ്ലോയീസ് ഓഫ് ഹൈ ലെവൽ പെർഫോമൻസ്. നല്ലപോലെ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനാകുമ്പോൾ അവർക്ക് ഒരു റിവാർഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ESOP ഇഷ്യൂ ചെയ്യുന്നത്. അതൊരു ഒബ്ജക്റ്റീവ് പറയാം. നെക്സ്റ്റ് ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ടു ഇൻക്രീസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. നെക്സ്റ്റ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ്. ഇപ്പോൾ എംപ്ലോയീസ് സാധാരണ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഒരിക്കലും ആ കമ്പനി എൻ്റെ സ്വന്തമാണെന്നുള്ള ഫീൽ വരില്ല. എൻ്റെ സ്വന്തമാണെന്ന ഫീൽ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി നല്ലപോലെ വർക്ക് ചെയ്യും അല്ലേ. ഇപ്പോൾ സെൻസ് ഓഫ് ഓണർഷിപ്പ് വരും, അതിൻ്റെ ഷെയറും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഷെയർ അപ്രീസിയേറ്റ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു ഓണർഷിപ്പ് ഫീലും കൂടി വരും. നെക്സ്റ്റ് ക്രിയേറ്റ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എമംഗ് ദ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിന് അവിടുത്തെ ഷെയർ കിട്ടുവാണ്, അപ്പോൾ അവരവിടെ ബിലോങ് ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ESOP ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രൊവിഷൻസ് നോക്കാം. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 62 പറയുന്നതാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രൊവിഷൻസ് എന്ന്. ഫസ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ വെച്ച് അപ്രൂവ് ചെയ്തിരിക്കണം. നമ്മൾ നേരത്തെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ദ കമ്പനി ഷാൽ ഡിറ്റർമിൻ ദ പ്രൈസ് ഇൻ ലൈൻ വിത്ത് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ട് വേണം അതിൻ്റെ പ്രൈസ് ഒക്കെ തീരുമാനിക്കാനായിട്ട്. നെക്സ്റ്റ് ടേംസ് ഓഫ് ESOP നോട്ട് യെറ്റ് എക്സസൈസ് മേ ബി വേരിയഡ്. ഇപ്പോൾ എക്സസൈസ് ഇതുവരെ നമ്മൾ ESOP ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ദർ ഷുഡ് ബി എ മിനിമം പീരിയഡ് ഓഫ് 1 year ബിറ്റ്വീൻ ഗ്രാൻഡ് ഓഫ് ഓപ്ഷൻ ആൻഡ് വെസ്റ്റിംഗ് ഓഫ് ഓപ്ഷൻ. അപ്പം ഒരു 1 year പീരീഡ് എങ്കിലും വേണം. അപ്പം നെക്സ്റ്റ് ഇയർ ഈ പീരീഡിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് കൊടുക്കണം. അപ്പോൾ പീരീഡ് വെസ്റ്റിംഗ് ഓഫ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാനും അതുപോലെ അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഇഷ്യൂ ആവുന്ന സമയത്തും എക്സസൈസ് ചെയ്യാനും കൂടി നമുക്കൊരു 1 year ടൈം കൊടുത്തിരിക്കണം മിനിമം. നെക്സ്റ്റ് ദ കമ്പനി ഷാൽ ഹാവ് ഫ്രീഡം ടു സ്പെസിഫൈ ദ ലോക്ക് ഇൻ പീരിയഡ് ഫോർ ഷെയർസ് ഇഷ്യൂഡ്. ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ലോക്ക് ഇൻ പീരിയഡും കൂടി കമ്പനിക്ക് അവർക്ക് തന്നെ അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ദ എമൗണ്ട് പേയബിൾ ബൈ എംപ്ലോയീസ് അറ്റ് ദ ടൈം ഓഫ് ഗ്രാൻഡ് ഓപ്ഷൻ മേ ബി ഫോർഫീറ്റഡ് അപ്പോൾ നോൺ എക്സസൈസ് ഓഫ് ഓപ്ഷൻ. അപ്പോൾ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, അവരത് എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ദ ഓപ്ഷൻ ഗ്രാൻഡഡ് ഷാൾ നോട്ട് ബി ട്രാൻസ്ഫറബിൾ. നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ പറഞ്ഞ ഒരു പീരീഡ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ അത് ട്രാൻസ്ഫറബിൾ അല്ല. നെക്സ്റ്റ് ദ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഷാൾ ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓപ്ഷൻ ഗ്രാൻഡഡ്. ആ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഓപ്ഷനാണ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് ദ കമ്പനി ഷാൾ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അതിന് ഫോമാറ്റ് ഉണ്ട്, ആ ഫോമാറ്റിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ നമുക്ക് എല്ലാ കേസിലും അറിയാൻ എന്ത് ചെയ്യണം, സെബി ഗൈഡ് ലൈൻസിനനുസരിച്ച് മാത്രമേ സെബി റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ESOP ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ESOPയുടെ സെബി ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോ ESOP ക്യാൻ ബി ഓഫേർഡ് ടു ദ എംപ്ലോയീസ് അൺലെസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനി അപ്രൂവ് ESOP ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ്. അപ്പം അതിൻ്റെ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ വെച്ച് ഷെയർ ഹോൾഡേഴ്സ് പാസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഓപ്പൺ ടു ഓൾ. ESOP ഈസ് ഓപ്പൺ ടു ഓൾ ദ പെർമനന്റ് എംപ്ലോയീസ് ഓഫ് ദ company working in India or outside India or the directors of the company or to the directors of the company. അപ്പോൾ എല്ലാ എംപ്ലോയീസിനും ഇഷ്യൂ ചെയ്തിരിക്കണം, എല്ലാ പെർമനന്റ് എംപ്ലോയീസിനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ടേംസ് ഓഫ് ESOP. The terms of ESOP will not vary in any manner which shall be determined to the interest of the employees. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസിലായിരിക്കണം അത് ഇഷ്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോ ട്രാൻസ്ഫർ. നോ ദ ഓപ്ഷൻ ഗ്രാൻഡഡ് ടു എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ടു എനി പേഴ്സൺ. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ റൈറ്റിൽ പറഞ്ഞില്ലേ, റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. അപ്പോൾ ആ അത്രയും ഷെയർസ് നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം, പക്ഷെ ഇവിടെ അതില്ല. നെക്സ്റ്റ് എക്സസൈസ് ഓഫ് ദ ഓപ്ഷൻ. ദ എംപ്ലോയീസ് ടു ഹൂം ദ ഓപ്ഷൻ ഈസ് ഗ്രാൻഡഡ് വിൽ എക്സസൈസ് ദ ഓപ്ഷൻ. ഇപ്പോൾ എംപ്ലോയീസിന് അത് കൊടുക്കുന്നവർ അത് എക്സസൈസ് ചെയ്തിരിക്കും. നെക്സ്റ്റ് മിനിമം പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 year പീരീഡ് കൊടുക്കണം അല്ലേ അവർക്കത് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം
ആ 1 year പീരീഡ് തന്നെയാണ് സെബി ഗൈഡ് ലൈൻസിലും പറയുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ആണ് നോർമലി വരാല്ലേ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടല്ല കാണിക്കാം, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാം. ടു ഷെയർ ക്യാപിറ്റൽ ഇനിയിപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ടും കാണിക്കണം ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട്. അപ്പോൾ ഫേസ് വാല്യൂ കാണിക്കേണ്ടത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പ്രീമിയം എമൗണ്ട് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എംപ്ലോയീസിൻ്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന എമൗണ്ട് കാണിക്കാം. ഇനി അതിനുശേഷം ആ ഡിഫറൻസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നമുക്കിതിൻ്റെ ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജ്യോതി ലിമിറ്റഡ് issued 10,000 shares on 1st April 2018 under ESOP. ESOP-ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് ₹30 per share. ഒരു ഷെയറിന് 30 ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടു ഇറ്റ്സ് എംപ്ലോയീസ് വെൻ ദ മാർക്കറ്റ് പ്രൈസ് വാസ് 150. മാർക്കറ്റ് പ്രൈസ് 150 ആണ് ശരിക്കും. ആ സമയത്ത് നമ്മൾ എത്ര കാണു കൊടുക്കുന്നത്? 30 ആണ് കൊടുക്കുന്നത്. പാസ് നെസസറി ജേർണൽ എൻട്രീസ് അസ്യൂമിങ് ദാറ്റ് ഫേസ് വാല്യൂ ഓഫ് ഷെയർ ഇസ് 10. ഇപ്പോൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളോട് ജേർണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 ആണ് കാണിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പം നമ്മൾ എൻട്രി എഴുതുമ്പോൾ സെയിം ആ എൻട്രി തന്നെ ആദ്യം എഴുതാം. ബാങ്ക് അക്കൗണ്ട് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. എന്തുകൊണ്ടാണ് പ്രീമിയം വരുന്നതെന്ന് പറയുന്നത്? 150 ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 10-ൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 150 ഉള്ള ഷെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് എംപ്ലോയീസിന് അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10 കാണിക്കാം. പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കാം? 140 കാണിക്കാം. ബാക്കി കംപ്ലീറ്റ് ഷെയറിൻ്റെ പ്രീമിയം ആയിട്ട് കാണിക്കണം. 150 ആണ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 140 കാണിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15 lakh ആണ് ആ ഷെയറിൻ്റെ വാല്യൂ അല്ലേ. 10,000 ഷെയർസ് ഫോർ 150 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട വാല്യൂ. പക്ഷെ നമ്മൾ എത്ര അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുള്ളൂ? 30 rupees മാത്രം. അപ്പോൾ 10,000 into 30 ആണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. 3 lakhs. ഡിഫറൻസ് എത്ര വരുന്നോ അതവിടെ നമ്മൾ കാണിക്കാം. നമ്മൾ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എത്രയാണോ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ അത് നമ്മൾ എന്ത് ചെയ്യാം, ഷെയറിൻ്റെ ഫേസ് വാല്യൂ അത് ടു ഷെയർ ക്യാപിറ്റലിൽ കാണിക്കാം. എൻട്രി ആദ്യം എഴുതാം. എന്നിട്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഷെയറിൻ്റെ ഫേസ് വാല്യൂ. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് 150 ആണ്. അപ്പോൾ ബാക്കി അത്രയും നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ കാണിക്കാം 140. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എംപ്ലോയീസിൻ്റെ അടുത്ത് കളക്ട് ചെയ്ത വാല്യൂ 30 rupees ആണ് കളക്ട് ചെയ്തിരിക്കുന്നത് 10,000-ൻ്റെ. ഇനി ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് 15 lakhs ആയിരുന്നു ക്രെഡിറ്റിൽ വരുന്നത്. ഡെബിറ്റിൽ നമുക്ക് 3 lakh ഉള്ളൂ. അപ്പോൾ ബാക്കി ഡിഫറൻസ് എത്രയുണ്ട്? 12 lakh ഡിഫറൻസ് എവിടെ കാണിക്കാം? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസും അതേപോലെ ESOP ആണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിൽ രണ്ടും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മീൻസ് അതിൻ്റെ തിയറിയാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ്. പ്രോബ്ലം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ജേർണൽ എൻട്രീസ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എംപ്ലോയീസിന് കൊടുക്കുകയാണ് നമ്മൾ അവരുടെ എന്തെങ്കിലും ഒരു കൺസിഡറേഷന് പുറത്തോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നതാണ്. ഇനി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. എംപ്ലോയീസിന് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ അവർക്കൊരു ഓപ്ഷനാണ് ഇത് പർച്ചേസ് ചെയ്യാനുള്ള. അപ്പോൾ അവർക്കത് എക്സസൈസ് ചെയ്യാം. അതൊരു മാർക്കറ്റ് പ്രൈസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.